ഹേയ്, ഞാൻ നീതുവാണേ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ വീഡിയോ നമ്മുടെ മലപ്പുറത്തെ വിശേഷങ്ങളുടെ അവസാനത്തെ ഭാഗമാണേ. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ഇതുപോലത്തെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഞങ്ങൾ എണീറ്റപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിരുന്നേ. ഇവിടെ നോക്കിയാൽ ശരിക്കും ഇടുക്കി പോലെ തന്നെ ഇല്ലേ, ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് വന്ന ഫീലേ തോന്നില്ല. രാവിലെ എണീറ്റ് വരുമ്പോഴേ ഒരു കട്ടൻ ചായയും ഈ വ്യൂവും ചെറിയ തണുപ്പും എന്ത് രസമല്ലേ. ഇതൊരു നോർമൽ റിസോർട്ടാണേ. ആക്ടിവിറ്റീസ് അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ഫാമിലിയായിട്ട് എല്ലാവർക്കും കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. ഞങ്ങൾ അങ്ങനെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പത്തേന് ഫുഡ് വന്നേ. നമുക്ക് റിസോർട്ടിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് ഇടിയപ്പവും മുട്ടക്കറി ആയിരുന്നേ. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ. രാവിലെ തന്നെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുവാണേ വെള്ളത്തിൽ ചാടാനായിട്ട്. ഇന്നലെ മുതലുള്ള പ്ലാൻ ആയിരുന്നേ അമ്മച്ചീനെ എങ്ങനെയാലും വെള്ളത്തിൽ ഇറക്കണമെന്നേ. അമ്മച്ചിയാണ് ജന്മം പോയ വെള്ളത്തിൽ ഇറങ്ങത്തുമില്ല, ഇവരാണ് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ സമ്മതിക്കത്തുമില്ല. അങ്ങനെ പേടിച്ചിരുന്ന അമ്മച്ചിയുടെ പേടിയും മാറി. ഞങ്ങളങ്ങനെ മാക്സിമം എൻജോയ് ചെയ്യുകയും ചെയ്തേ. ഞങ്ങളങ്ങനെ 2-3 മണിക്കൂർ വെള്ളത്തിലായിരുന്നേ. എല്ലാവരും വെള്ളത്തിൽ നിന്ന് കയറിയപ്പോഴേക്കും ശരിക്കും മടുത്തു. നല്ല വെയിലും ഉണ്ടായിരുന്നേ. ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് തിരിച്ചു കയറി വന്നു കഴിഞ്ഞ് ഫിഷ് ഗ്രില്ലടിച്ചേ. ഫിഷ് ഗ്രില്ലിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഗ്രില്ലടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തമാര് ഞങ്ങൾക്ക് വേണ്ടി നെയ്ച്ചോറും ചിക്കൻ കറിയും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹെവി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് തിരിച്ച് കോഴിക്കോടിലേക്ക് വന്നേ. ഞങ്ങൾ കോഴിക്കോട് ബീച്ച് എത്തിയേ. ഇവിടെ വന്നപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. ബ്ലോക്ക് കാരണം ഞങ്ങൾക്ക് സൺസെറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ എത്തിയപ്പോഴേക്കും നല്ല ലേറ്റ് ആയിരുന്നേ. പക്ഷെ ഇവിടെ നല്ല ക്രൗഡുണ്ട്. പക്ഷെ എന്ത് രസമാണെന്നറിയോ ഇവിടെ കാണാൻ. നല്ല തണുത്ത കാറ്റും. ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ ആയിട്ടാണ് വന്നേ. ഞങ്ങളിവിടെ നിന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. ഇന്ന് കാർണിവൽ പോലെ എന്തോ പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നേ. പേരൻസ് അവിടെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ അത് കാണാനായിട്ട് പോയി. പിടിച്ചോ. ഓ അതില്ല ആ കളവല പാണ്ടിക്കരിമ്പാറം ഒരു ഉപകാരമില്ല. പൈസ
അല്ല എന്നാ നീ വാശിക്ക് ഓർമ്മ കൂടി നീ ധൈര്യം. ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോട് ബീച്ച് വരുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ക്രൗഡ് ഉണ്ടെങ്കിലും ഞങ്ങൾ അത്യാവശ്യം എല്ലാ ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രൈസ് ഒക്കെ കിട്ടിട്ടോ. ഞങ്ങൾ അങ്ങനെ കോഴിക്കോട് ബീച്ചിൽ കൂടെ കറങ്ങി നടക്കുമായിരുന്നേ. അപ്പോഴേക്കും അവിടെ ഒരു പെർഫ്യൂം കമ്പനിയുടെ ടാലന്റ് ഷോ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരോടും നിർബന്ധിച്ച് ആഷിക്കേട്ടനെ പാട്ട് പാടാൻ കയറ്റിട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. നാളെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. ഇത്രയും ദിവസം പോയത് ഞങ്ങൾ അറിഞ്ഞേയില്ല. ഈ യാത്രയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് പെണ്ണിനെയാണ്. പെണ്ണെന്ന് പറയുന്നത് ആഷിക്കേട്ടയുടെ അനിയത്തിയാട്ടോ. അങ്ങനെ 3 ദിവസം പോയത് ഞങ്ങൾ അറിഞ്ഞേയില്ല. സിറാജിക്കയുടെ ഫാമിലിയും ജാഫ്രിക്കയുടെ ഫാമിലിയും ഇപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന പോലെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ തന്നാൽ ഞങ്ങൾക്ക് വിട്ടേ. നമ്മളിപ്പോൾ മലപ്പുറത്തുനിന്ന് പോയാലും തിരിച്ചിങ്ങോട്ടേക്ക് വരാൻ തോന്നിക്കുന്നത് സിറാജിക്കയുടെയും ജാഫ്രിക്കയുടെയും അവരുടെ ഫാമിലിയുടെയും സ്നേഹം കൊണ്ടാണ്. അങ്ങനെ മലപ്പുറത്തെ വിശേഷങ്ങൾ അവസാനിച്ചു. ഇനി വേറൊരു നല്ല വ്ളോഗുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ ബൈ, ഹാവ് എ നൈസ് ഡേ.